1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നൂറ്റാണ്ടുകളുടെ കുടുംബ പാരമ്പര്യമുള്ള പൊടിയാട്ടുമടത്തിൽ കുടുംബം എടവണ്ണയിൽ ഒത്തുചേർന്നു. മുണ്ടേങ്ങര PS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗം AP ജൗഹർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇത് കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും പരസ്പരം അറിയിക്കുവാനും വേണ്ടിയുള്ളതാണ് ഈ ഒരു കുടുംബ സംഗമങ്ങൾ നടത്തി വരുന്നത്. ആ രൂപത്തിൽ നടത്തുമ്പോൾ തീർച്ചയായും ഇതൊരു പുണ്യകർമ്മമാണ്. കാരണം നമ്മൾ അറിയാത്ത കുടുംബത്തിലെ തന്നെ ആളുകളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അറിയാത്ത അവസ്ഥ ഉണ്ടാവും. അത് മാറാനും പരസ്പരം പരിചയപ്പെടാനും പരസ്പരം ബന്ധം പുതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നെ ഈ പൊടിയാട്ടുമടത്തിൽ കുടുംബത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു. മലപ്പുറത്ത് അടുത്തുള്ള പൊടിയാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടവണ്ണയിലെ മടത്തിൽ തൊടികയിൽ താമസിച്ചിരുന്ന കുടുംബമാണ്. പിന്നെ അവർക്ക് പൊടിയാട്ടുമടത്തിൽ എന്ന് പേര് വന്നതാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചെറുപ്പത്തിലെ കാണുന്നത് ഹോട്ടൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ സമ്മേളിക്കുമ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അതിന് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടതില്ല. ഇവിടെ തന്നെ അതിനെമ്പാടും ആളുകൾ ഉള്ളതുകൊണ്ട്. ഒരു കാലത്ത് എടവണ്ണക്കാരുടെ തീന്മേശയായിരുന്നു പൊടിയാട്ടുമടത്തിൽ കുടുംബത്തിന്റെ ഹോട്ടലുകൾ. അക്കാലത്ത് ഹോട്ടലുകളിൽ പ്രസിദ്ധിയാർജിച്ചവരായിരുന്നു പൊടിയാട്ടുമടത്തിൽ കുടുംബം. കേരളത്തിന്റെ മുക്കുമൂലകളിലും ഒരു പൊടിയാട്ട് കുടുംബത്തിന്റെ ഹോട്ടലെങ്കിലും കാണാൻ സാധിക്കും. ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഷുഹൈബ് സല്ലമി പത്തപിരിയം മുഖ്യപ്രഭാഷണം നടത്തി. MT ഫെമിന കുടുംബചരിത്രം അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ A അഷ്റഫ് മുണ്ടേങ്ങര, കുടുംബത്തിലെ കാരണവർ PM അഹമ്മദ് കുട്ടി പെരുവിൽക്കുണ്ട്, M അബ്ദുൽ സലാം മുണ്ടേങ്ങര എന്നിവരെ ആദരിച്ചു. അസ്കർ, PM സക്കീർ, ഫാസിൽ, റഹീസ്, KT അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.